ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങളുള്ള സ്കൂളുകളിൽ പ്രവേശനോത്സവ ഉദ്ഘാടനത്തിനെത്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആലപ്പുഴ കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തി എന്ന് ആരോപണം. പ്രതിഷേധത്തിന് മുന്നിൽ കണ്ട് SFI പ്രവർത്തകരെ കരുതൽ തടങ്കലിലെടുത്തു. കുട്ടികൾക്ക് മിഠായി നൽകാനാണ് എത്തിയതെന്ന് SFI പ്രവർത്തകർ പറഞ്ഞു. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുകയാണ്. അമൽ, എന്തായാലും ഈ ഫിറ്റ്നസ് ഒക്കെ സാധാരണഗതിയിൽ ആഭ്യന്തരമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അതൊക്കെ പരിശോധിക്കുന്നത് കാണാറുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? അതോടൊപ്പം ഈ കരുതൽ തടങ്കലിലെടുത്ത സംഭവത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൂടി. രുചീഷ്, നമുക്കറിയാം ഇന്ന് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് ആലപ്പുഴയിൽ തന്നെ രണ്ടാമത്തെ സ്കൂളിലാണ് ഇത്തരത്തിൽ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട ഒരു എതിർവാദം, അല്ലെങ്കിൽ ഈ സ്കൂളിന്, ഗവൺമെന്റ് സ്കൂളിന് ഇത്തരത്തിൽ ഫിറ്റ്നസ് ഇല്ല എന്നൊരു വാദം ഉയർന്നു വരുന്നത്. ഇതിനു മുൻപ് ഇന്ന് രാവിലെ എടത്തുവയിലും സമാനമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ കാർത്തികപ്പള്ളിയിലെ ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടന്ന ഈ ഒരു സംഭവത്തിന്റെ ഗൗരവം അത് വർദ്ധിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല തന്നെ ഇവിടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തി എന്നുള്ളതാണ്. ഈ ഒരു കാർത്തികപ്പള്ളി സ്കൂളിനോട് ചേർന്ന് തന്നെ ഒരു പുതിയ കെട്ടിടമുണ്ട്. ആ പുതിയ കെട്ടിടത്തിൽ മാത്രമാണ് കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുവാനുള്ള അനുമതി ഉള്ളത്. അതോടൊപ്പം തന്നെ ഇതിന് സമീപത്തുള്ള പഴയ കെട്ടിടം, അതിന് ഫിറ്റ്നസ് ഇല്ല. ആ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കം മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെയും സ്കൂൾ അധികൃതർ ഈ കെട്ടിടം പൊളിച്ചു മാറ്റാൻ തയ്യാറായിട്ടില്ല. ഇവിടെ കുട്ടികളെ ചിലപ്പോഴെല്ലാം ഈ പുതിയ കെട്ടിടത്തിൽ ഡിവിഷനുകൾ കൂടുതൽ വരുമ്പോൾ, കുട്ടികൾ കൂടുതൽ വരുമ്പോൾ ഈ പഴയ കെട്ടിടത്തിലേക്ക് കുട്ടികളെ മാറ്റി ഇരുത്തി ക്ലാസ്സുകൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നൊരു ആരോപണവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആരോപണം നിലനിൽക്കുന്ന ഒരു സ്കൂളിലേക്കാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ പ്രവേശനോദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി എത്തിയത് എന്നൊരു കാര്യമാണ് ഇപ്പോൾ പ്രദേശവാസികളും അല്ലെങ്കിൽ SFIക്കാരെല്ലാം പറയുന്നത്. പക്ഷേ ഈ മന്ത്രി ഇവിടെ എത്തും അപ്പോൾ SFIയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടാകുവാനുള്ള സാധ്യതകളെല്ലാം മുന്നിൽ കാണുന്നുണ്ടായിരുന്നു പോലീസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവ സമയത്ത്, അല്ലെങ്കിൽ പ്രവേശനോത്സവത്തിന് തൊട്ട് മുൻപ് രാവിലെ സ്കൂളിലെത്തിയ SFI പ്രവർത്തകരെ മന്ത്രി എത്തുന്നതിന് മുൻപ് കരുതൽ തടങ്കലിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ SFIയുടെ ഭാഗത്തുനിന്ന് വന്ന വിശദീകരണം, തങ്ങൾ യാതൊരു തരത്തിലുള്ള പ്രതിഷേധത്തിനും വേണ്ടിയല്ല അവിടെ എത്തിയതെന്നും കുട്ടികൾക്ക് മിഠായി നൽകുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുമാണ്. പക്ഷേ ഇപ്പോഴും ഈ സ്കൂൾ കെട്ടിടവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അതിന്റെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാവുകയാണ്. രുചീഷ്.